Hi students, welcome to class Aura. നമ്മൾ മെട്രിസസ് എന്ന ചാപ്റ്ററിനകത്ത് ടൈപ്പ് 5 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇഫ് എക്സ് പ്ലസ് വൈ 7025 എക്സ് മൈനസ് 5 വൈ എന്ന് പറയുന്നത് 3003 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ആ എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ അതുപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കണം? 5 2x പ്ലസ് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്നും എടുത്തെഴുതി ഇവിടെ നമുക്ക് പറയാം തന്നിരിക്കുന്നത് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 7025 എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 3003. ഈ രണ്ട് മെട്രിക്സുകൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലസ് വൈ ഇത് മൈനസ് വൈ, ഇതിന് ഇക്വേഷൻ നമ്പർ 1 ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 + 2 ഗീവ്സ് ഈ രണ്ട് മെട്രിക്സും ആഡ് ചെയ്യുമ്പോൾ പ്ലസ് വൈ മൈനസ് വൈ എന്തായി പോവും? ക്യാൻസലായി പോവും. അപ്പോൾ എക്സും പ്ലസ് എക്സും എന്തായി മാറും? 2x ആയി മാറും. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 2x കിട്ടും. ഇനി രണ്ട് മെട്രിക്സ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് കോളവും കറസ്പോണ്ടിങ് റോയും നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതിനനുസരിച്ച് എന്താണ്? ഇത് A11, ആ രണ്ടാമത്തെ മെട്രിക്സിലെ A11 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 7 + 3 നമ്മൾ ആഡ് ചെയ്തു. 7 + 3 രണ്ടാമത്തെ എടുക്കുമ്പോൾ 0 + 0 ആഡ് ചെയ്തു. അടുത്തെടുക്കുമ്പോൾ 2 + 0 നെക്സ്റ്റ് 5 + 3. ഈ മെട്രിക്സുകൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ട് മെട്രിക്സും നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2x = ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 7 + 3 10 വരും. അപ്പോൾ 10 0 + 0 0 വരും. 2 + 0 2 വരും. 5 + 3 8 വരും. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട എക്സ് എന്ന മെട്രിക്സിനെ അവിടെ നിർത്തി കഴിയുമ്പോൾ 1/2 ഇൻറ്റു ഇവിടെ എന്ത് വരും? ഈ ഓരോ നമ്പറും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആദ്യമേ ഈ മെട്രിക്സ് നമ്മൾ അങ്ങനെ തന്നെ ഇറക്കി എഴുതി. 10 0 എഴുതി, 2 8 എഴുതി. ഇനി ഈ ഓരോ നമ്പറിനെയും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഒരു കോമൺ ആയ നമ്പർ ഇവിടെ കിടപ്പുണ്ടെങ്കിൽ ആ സ്കെയിലാർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ സ്കെയിലാർ നമ്പർ കൊണ്ട് നമുക്ക് എല്ലാ നമ്പേഴ്സിനും നമുക്ക് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരും നോക്കിയാൽ 10 / 2. അപ്പോൾ വേണമെങ്കിൽ ഒന്നും എഴുതാം. 10 / 2 0 / 2 0/2 2 / 2 then 8 / 2. ഓരോ നമ്പറിനെയും നമ്മൾ ഈ മെട്രിക്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നോക്കിയാൽ 10/2 എന്ന് പറഞ്ഞാൽ 5 വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെട്രിക്സ് 5 വരും. 0/2 എന്ന് പറഞ്ഞാൽ 0 വരും. 2/2 എന്ന് പറഞ്ഞാൽ 1 വരും. 8/2 എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ നമ്മുടെ മെട്രിക്സ് എക്സ് എന്ന മെട്രിക്സ് നമുക്ക് എന്ത് കിട്ടി? 5014 കിട്ടി. ഇനി നമുക്കറിയാം ഈ എക്സ് പ്ലസ് വൈ = 70 ആണ്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തു. എക്സ് പ്ലസ് വൈ = 7025 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഈ മെട്രിക്സിലേക്ക് കൊടുക്കണം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? നമുക്ക് 50 ആണ്, 14 ആണ്. അത് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പ്ലസ് വൈ അങ്ങനെ തന്നെ എഴുതി. ഇവിടെ കിട്ടിയേക്കണ മെട്രിക്സ് അങ്ങനെ തന്നെ എഴുതി 7025. ഈ മെട്രിക്സ് അങ്ങനെ തന്നെ താഴെ ഇറക്കി എഴുതി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട മെട്രിക്സ് ഏതാ? വൈ അല്ലേ? അപ്പോൾ വൈ അവിടെ നിർത്തി കഴിയുമ്പോൾ ഈ മെട്രിക്സ് നേരെ ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ എന്തായി നോക്കി? 7025 - 5014 ആവും. ഈ രണ്ട് മെട്രിക്സുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വന്നേക്കണം. അപ്പോൾ 7 - 5 7 - 5 then 0 - 0 2 - 1 5 - 4 കിട്ടും. അപ്പോൾ നമ്മുടെ മെട്രിക്സ് 7 - 5 എന്ന് പറഞ്ഞാൽ 2 വരും. 0 - 0 0 വരും. 2 - 1 1 വരും. 5 - 4 1 വരും. അപ്പോൾ നമുക്ക് y എന്ന മെട്രിക്സ് എന്താ കിട്ടിയത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2011 കിട്ടി. ഇനി നമ്മളുടെ ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. എന്താണ്? ഫൈൻഡ് 2x + y. നമ്മൾ എക്സിൻ്റെയും വൈയുടെയും ആ തന്നേക്കണ മെട്രിക്സിലേക്ക് കൊടുത്ത് 2x + y കണ്ടുപിടിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് അപ്പോൾ നമ്മൾ 2x + y ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെട്രിക്സ് തന്നിട്ടുണ്ട്. വൈ എന്ന് പറഞ്ഞ മെട്രിക്സ് അറിയാം. അപ്പോൾ നമ്മൾ 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് കിട്ടിയേക്കണം 5014 ആണ്. ആ മെട്രിക്സ് അങ്ങനെ തന്നെ എഴുതി. ദെൻ പ്ലസ് വൈ എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് കിട്ടിയേക്കണേ 2011 ആണ്. ആ മെട്രിക്സും അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ നമുക്ക് കിട്ടിയേക്കണം നമ്മൾ കണ്ടുപിടിച്ച ആ രണ്ട് മെട്രിക്സും എന്താണ്? ആ ഇക്വേഷനിലേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ എന്താ? ഒരു നമ്പർ മെട്രിക്സിൻ്റെ ഔട്ട് സൈഡ് കിടക്കുവാണെങ്കിൽ അതിനകത്ത് ഓരോ നമ്പറിനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ 2 കൊണ്ട് ഏതിനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം? 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം.
അപ്പോൾ 10 വരും. അടുത്ത 2നെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 0 വന്നു. 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 വന്നു. 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 8 ആയി. പ്ലസ് ഏതാണ് 2 0 1 1. അങ്ങനെ തന്നെ നമ്മൾ മെട്രിക്സ് എഴുതി. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? ഈ കറസ്പോണ്ടിങ് റോ ആഡ് ചെയ്യണം, കറസ്പോണ്ടിങ് കോളത്തിലെ കറസ്പോണ്ടിങ് എലമെൻസുകൾ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 10 + 2 വരും. ആദ്യത്തെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ 10 + 2 വരും. സെക്കൻഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 0 + 0 വരും. തേർഡ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 2 + 1 വരും, 8 + 1. ഫോർത്ത് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 8 + 1 വരും. ഇനി നമ്മളിതൊന്ന് ആഡ് ചെയ്ത് എഴുതി. 10 + 2 12 വരും, 0 + 0 0 വരും, 2 + 1 3 വരും, 8 + 1 9 വരും. അപ്പോൾ നമ്മുടെ 2x + y എന്ന് പറയുന്ന മെട്രിക്സ് എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ 12 0 12 0 3 9 കിട്ടും.